ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാർ ഒരുങ്ങിയാലും വിജയിക്കാൻ കഴിയില്ല. കാരണം VC നിയമിക്കാനുള്ള അധികാരം ഇനി ഗവർണർക്കാണെന്ന ഭേദഗതി UGC പാസാക്കി കഴിഞ്ഞു. സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി പോരടിച്ച സംസ്ഥാന സർക്കാരിനെ പുതിയ UGC മാർഗരേഖ വന്നതോടെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ വഴിയടഞ്ഞിരിക്കുകയാണ്. VC നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ പാടില്ലെന്നും ചാൻസലറാണ് നിയമനാധികാരിയെന്നും കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് പുതിയ UGC മാർഗരേഖ. ഇതോടെ VC നിയമനങ്ങളെ ചൊല്ലി വർഷങ്ങളായുള്ള ഗവർണർ സർക്കാർ തർക്കത്തിന് തിരശ്ശീല വീഴും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ രാഷ്ട്രീയ പോര് തുടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. കൃഷിമന്ത്രി T. സിദ്ദിഖ് ശുപാർശ ചെയ്ത പേരുകൾ തള്ളിക്കൊണ്ട് BJP അനുകൂല സംഘടനയായ ദേശീയ അധ്യാപിക പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ T. സജിത റാണിയെ താൽക്കാലിക വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചു. MG സർവകലാശാലയിൽ BJP ബന്ധമുള്ള വ്യക്തിയെ VC-ആയി നിയമിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കാർഷിക സർവകലാശാലയിലും സമാനമായ നീക്കമുണ്ടായിരിക്കുന്നത്. സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുന്നത് വരെയുള്ള ചുമതലയാണ് സജിത റാണിക്കുള്ളത്. സ്ഥിരം VC-യെയും ഗവർണർക്ക് തന്നെ നിയമിക്കാം. സർക്കാർ നിർദ്ദേശിച്ച പേരുകളിൽ നിന്ന് മെറിറ്റ് നോക്കി VC-യെ കണ്ടെത്തേണ്ടതിന് പകരം അധ്യാപക പരിഷത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സജിത റാണിയെ തെരഞ്ഞെടുത്ത ഗവർണറുടെ നടപടി ജനാധിപത്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ആരോപിച്ചു. VC നിയമനം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും സർക്കാർ നൽകിയ ലിസ്റ്റ് മറികടന്നാണ് ഗവർണർ ഈ നിയമനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളുടെ അധികാരം പിടിച്ചെടുക്കാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർവകലാശാലകളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഗവർണറുടെ നിയമനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നും റോജി M. ജോൺ പറഞ്ഞു. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കിയത് അടുത്ത കാലത്താണ്. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനാണ് ചാൻസലർ നിർദ്ദേശിക്കും. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സ്ഥിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം. സർവകലാശാല VC നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ഇതിന് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാക്കും. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 5 പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം. 5 വർഷത്തേക്കോ 70 വയസ്സ് തികയുന്നത് വരെയുമാണ് നിയമനം. പുനർനിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണ്. ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ UGC-യുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും. ബിരുദ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിലക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തിറക്കിയ ചട്ടത്തിൽ പറയുന്നു. കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം UGC തേടി. ആരോഗ്യ സർവകലാശാല ഒഴികെ സംസ്ഥാനത്തെ മറ്റൊരു സർവകലാശാലയിലും സ്ഥിരം VC ഇല്ല. പ്രതിപക്ഷ വീറോടെ സർക്കാരുമായി പോരടിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിക്കയിടത്തും സ്വന്തം നിലയിൽ താൽക്കാലിക VC-മാരെ നിയമിച്ചു. സർക്കാരുമായുള്ള തർക്കത്തിന് പുറമെ CPM ആധിപത്യമുള്ള സിൻഡിക്കേറ്റുകൾ കോടതി കയറിയതോടെ സ്ഥിരം VC നിയമിക്കാൻ ഗവർണർക്കായില്ല. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്ന് മാത്രമേ 2018 മാർഗരേഖയിൽ പറയുന്നുള്ളൂ എന്ന വാദമുയർത്തിയാണ് നാളിതുവരെ സർക്കാരും സർവകലാശാലകളും ഗവർണറെ എതിർത്തത്. സെർച്ച് കമ്മിറ്റി ചാൻസലർ രൂപവൽക്കരിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും തടസ്സവാദമുയർത്തി. ഈ 2 കാര്യങ്ങളിലും വ്യക്തത വരുത്തി ചാൻസലറെ സർവാധികാരിയാക്കിയാണ് പുതിയ മാർഗരേഖ. സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടത് ചാൻസലറാണെന്ന് മാത്രമല്ല, ചാൻസലർ നിർദ്ദേശിക്കുന്നയാൾ ഈ സമിതിയിൽ അധ്യക്ഷത വഹിക്കണമെന്നും മാർഗരേഖ വ്യവസ്ഥ ചെയ്യുന്നു. ഫലത്തിൽ 3-2 പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്രത്തിന് മേൽക്കൈ ലഭിക്കും. അതത് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രതിനിധികളിൽ ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്താമെന്ന് മാത്രമാണ് സംസ്ഥാനത്തിനുള്ള ഏക അധികാരം. ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയും VC നിയമനങ്ങളിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന നിലയിലും നിയമനിർമ്മാണത്തിനൊരുങ്ങിയെങ്കിലും ബില്ലുകൾ രാഷ്ട്രപതി തള്ളിയതോടെ കേരളത്തിന്റെ വഴി നേരത്തെ അടഞ്ഞിരുന്നു. പിന്നെ നിയമ നടപടിയായിരുന്നു കേരളത്തിന്റെ മുന്നിലെ ഏക വഴി.
പുതിയ UGC മാർഗരേഖയോടെ ആ വാതിലും അടഞ്ഞു. അപ്പോഴാണ് കാർഷിക സർവകലാശാലയിലും ഗവർണർ സ്വന്തം VCയെ നിയമിച്ചത്. സാങ്കേതിക ഡിജിറ്റൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറും പിണറായി സർക്കാരും തമ്മിൽ ധാരണയുണ്ടാക്കിയിരുന്നു. ഇതിനുവേണ്ടി സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിംഗ് ഫീസ് ഇനത്തിൽ മാത്രം ഇതുവരെ 31 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകർക്ക് നൽകിയ ലക്ഷ്യങ്ങൾ വേറെയും. ഈ നിയമ പോരാട്ടത്തിന് വക്കീൽ ഫീസായി എത്ര രൂപ ചെലവിട്ടെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാരോ AG ഓഫീസോ മറുപടി നൽകിയിരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനമല്ല, താല്പര്യമുള്ളവരെ നിയമിക്കണമെന്ന നിർബന്ധമാണ് ഇതുവരെ കാര്യങ്ങൾ വഷളാക്കിയതെന്നും ഒത്തുതീർപ്പോടെ വ്യക്തം. സർക്കാരും ഗവർണറും തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് സുപ്രീം കോടതി ഇടപെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. മുൻഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി ഗവർണർക്ക് നൽകാനായിരുന്നു ആദ്യം കോടതി നിർദ്ദേശം. ഡിജിറ്റലിലേക്ക് ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ ജിൻ ജോസ്, ഡോക്ടർ പ്രിയ ചന്ദ്രൻ, ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലും KTUവിലേക്ക് ഡോക്ടർ C സതീഷ് കുമാർ, ഡോക്ടർ GR ബിന്ദു, ഡോക്ടർ പ്രിയ ചന്ദ്രൻ, ഡോക്ടർ സിസ തോമസ് എന്ന ക്രമത്തിലുമാണ് മുഖ്യമന്ത്രി പേരുകൾ നൽകിയിരുന്നത്. സിസ തോമസിനെ പരിഗണിക്കരുതെന്ന കുറിപ്പോടെയാണ് അവരുടെ പേര് 2 പട്ടികയിലും ഉൾപ്പെടുത്തിയത്. സജിയെയും രാജശ്രീയും എതിർത്ത് ഗവർണറും കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സജി ഗോപിനാഥ് VC ആയിരിക്കെ ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചും സിസ തോമസ് നൽകിയ റിപ്പോർട്ടാണ് ഗവർണർ സജിക്കെതിരെ ആയുധമാക്കിയത്. രാജശ്രീയും അദ്ദേഹം എതിർത്തു. മുൻപ് സർക്കാരിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ നിർദ്ദേശപ്രകാരം KTUവിന്റെ താൽക്കാലിക VCയുടെ ചുമതല ഏറ്റെടുത്തതാണ് സിസയോട് സർക്കാരിനുള്ള വിരോധം. അടുത്തിടെ ഡിജിറ്റലിൽ താൽക്കാലിക VC ആയിരിക്കെ അവിടുത്തെ ക്രമക്കേട് സംബന്ധിച്ച് റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് വിരോധം കൂട്ടി. എന്നാൽ സിസയെ നിയമിക്കുന്നതിന് ഒടുവിൽ അന്നത്തെ മുഖ്യമന്ത്രി സമ്മതം മൂളുകയായിരുന്നു. താൻ പ്രോ ചാൻസലർ ആയിരിക്കുന്ന ഏക സർവകലാശാലയായ ഡിജിറ്റലിൽ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്ന താല്പര്യത്തിന് ഗവർണർ വഴങ്ങാൻ വേണ്ടിയായിരുന്നു ഈ ഒത്തുതീർപ്പ്. സജി ഗോപിനാഥ് VC ആയിരിക്കെ ഡിജിറ്റലിൽ നടന്നതായി സിസ തോമസ് കണ്ടെത്തിയ ക്രമക്കേട് സംബന്ധിച്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ കൈമാറിയിരുന്നു. മാസങ്ങളോളം നീണ്ട നാടകത്തിന് തിരശ്ശീല വീണതോടെ 3 ഇടത്ത് സ്ഥിരം VCമാരായി. കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റ് സർവകലാശാലകളിലും നിയമനം നടത്താൻ കഴിഞ്ഞ സർക്കാർ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള ധാരണയും രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ അതിനുള്ള ഭാഗ്യം പിണറായിക്കുണ്ടായില്ല. ആർലേക്കറുമായി രമ്യതയിലെത്താൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രോ ചാൻസലർ ആയിരിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയിലെ കോടികളുടെ അഴിമതിയാണ്. മുഖ്യമന്ത്രി ഭരിക്കുന്ന IT വകുപ്പിന് കീഴിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. അതിനാൽ മുഖ്യമന്ത്രിയാണ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ. സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസ തോമസ് ഫയലുകളും രസീതുകളും പരിശോധിച്ചപ്പോൾ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. IT വ്യവസായ വകുപ്പുകൾക്ക് പുറമെ വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കരാറുകൾ സർവകലാശാലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സർവകലാശാല നേരിട്ട് നിർവഹിക്കാതെ മറ്റു പലർക്കും മറിച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.